ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫബിൾ ഡെയ്സി ആൻഡ് സ്മാർട്ട് ലേണിംഗ്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് 8ാം ക്ലാസ്സിലെ ബയോളജിയിലെ ചാപ്റ്റർ 3യുടെ പാർട്ട് 3 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പിനെ കുറിച്ചും ഓരോ മൈക്രോസ്കോപ്സിൻ്റെയും പാർട്ടും അതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ആ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുക, ഒരു ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സെല്ലിനെ ഒബ്സർവ് ചെയ്യുക എന്നാണ് നോക്കാനുള്ളത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ലെറ്റ്സ് ഒബ്സർവ് സെൽസ്. ആ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കുന്നത്. യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓർഗനിസംസ് ഹാവ് സെൽസ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് സൈസ് ഇൻ ദെയർ ബോഡീസ്. ഒരു ഓർഗനിസത്തിൽ നമുക്കറിയാം പല ഷേപ്പിലുള്ള പല സൈസിലുള്ള സെൽസ് ഓരോ ഓർഗനിസത്തിൻ്റെയും ബോഡിയിൽ ഉണ്ടാവും. ഡു ഓൾ ദീസ് സെൽസ് ഫങ്ഷൻ ഇൻഡിവിജ്വലി ഓർ ഡു ദേ പെർഫോം വേരിയസ് ഫങ്ഷൻസ് ടുഗദർ? അപ്പോൾ ഈ സെല്ലുകളെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കാണോ ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരെല്ലാം ഒരുമിച്ച് പല സെല്ലുകൾ പല ഗ്രൂപ്പായിട്ടാണോ ഫങ്ഷൻ ചെയ്യുന്നതെന്നൊക്കെയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഓരോ ഓർഗനിസത്തിൻ്റെയും ബോഡിയിൽ പലതരത്തിലുള്ള സെൽസ് ഉണ്ട്. ഒരേ ഫങ്ഷൻ ചെയ്യുന്ന ഒരേപോലെയുള്ള ഒരുപാട് ഗ്രൂപ്പ് ഓഫ് സെൽസ് നമ്മുടെ ബോഡിയിലുണ്ട്. നമുക്കറിയാം അല്ലേ, എല്ലാ സെല്ലും ഒരേ ഫങ്ഷൻ അല്ല ചെയ്യുന്നത്. അപ്പോൾ ഓരോ സെൽസിനും അതിൻ്റേതായ ഓരോ ഫങ്ഷൻ ഉണ്ട്. ഒരു സെല്ലും ഒറ്റയ്ക്കല്ല ഫങ്ഷൻ ചെയ്യുന്നത്, ഒരേപോലത്തെ ഫങ്ഷനുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് നമ്മുടെയൊക്കെ ബോഡിയിലുണ്ട്, നമുക്കറിയാം അല്ലേ. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒബ്സർവ് ദ സെക്ഷൻ ഓഫ് എ സ്റ്റെം ആൻഡ് ഡ്രോ ദ ഡയഗ്രാം. ഒരു സ്റ്റെമ്മിൻ്റെ സെക്ഷൻ എടുത്തിട്ട് ഒരു ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു ഡയഗ്രാം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റെമ്മിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് അത് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫിഗറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ഫിഗർ 9.9. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റെമ്മിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് അത് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ശരിക്കും ഈ ഒരു ക്ലാസ് നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ് ആയിട്ട് സ്കൂളുകളിലൊക്കെ ടീച്ചർ ചെയ്യിപ്പിക്കുന്നുണ്ടാവും. സെക്ഷൻ എടുക്കുക, അതുപോലെ തന്നെ സ്റ്റെയിൻ ചെയ്യുക, മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ലാബിൽ, സയൻസ് ലാബിൽ പോയി പ്രാക്ടിക്കലായിട്ട് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വരുള്ളൂ. അപ്പോൾ നമ്മൾ ആ ലാബിൽ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു തിയറി സെക്ഷൻ ഞാൻ ഇന്നിവിടെ പറഞ്ഞുതരാം. അപ്പോൾ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏതിൻ്റെയാണോ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യേണ്ടത് ആ സ്പെസിമെൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് സ്റ്റെമ്മിൻ്റെ സ്ലൈഡാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 1-2 പീസ് സ്റ്റെമ്മ് കളക്ട് ചെയ്യുന്നു. ആ കളക്ട് ചെയ്ത സ്റ്റെമ്മിൻ്റെ പീസ് നമ്മളൊരു പെറ്റ് ഡിഷിൽ വാട്ടറിലേക്കാണ് ഇട്ട് വെക്കുന്നത്. പെറ്റ് ഡിഷ് എന്ന് വെച്ചാൽ നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന വാട്ടറൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ പാത്രമാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം നിറച്ചു അതിലേക്ക് നമ്മുടെ സ്റ്റെമ്മിൻ്റെ പീസുകൾ ഇട്ട് വെക്കും. ഇല്ലയെന്ന് പറഞ്ഞാൽ ഈ സെല്ലിൻ്റെ ഉള്ളിലെ മോയ്സ്ചറൊക്കെ നഷ്ടപ്പെട്ട് ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അപ്പോൾ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് സെല്ലുകളൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്സർവ് ചെയ്യേണ്ട സ്പെസിമെൻ കളക്ട് ചെയ്യുക. ആ കളക്ട് ചെയ്ത സ്പെസിമെനെ പെറ്റ് ഡിഷിലെ വാട്ടറിലേക്ക് ഇട്ട് വയ്ക്കാം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ്, സ്റ്റെം എടുത്ത് ബ്ലേഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക? തിന്നായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ക്രോസ് സെക്ഷൻസ് എടുക്കുന്നു. ദെൻ തേർഡ് സ്റ്റെപ്പ്, ഇങ്ങനെ നമ്മളെടുത്ത ക്രോസ് സെക്ഷനെ എന്ത് ചെയ്യുക? ഒരു വാച്ച് ഗ്ലാസ്സിലുള്ള വെള്ളത്തിലേക്ക് മാറ്റാം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വാച്ച് ഗ്ലാസ്സിലേക്ക് മാറ്റിയ തിന്നായിട്ടുള്ള സെക്ഷനിൽ ഏറ്റവും തിന്നായിട്ടുള്ള ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനെ എങ്ങോട്ടേക്ക് മാറ്റുക? വേറൊരു വാച്ച് ഗ്ലാസ്സിലേക്കുള്ള സ്റ്റെയിനിലേക്ക് മാറ്റാം. ഈ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെല്ലുകളിലേക്ക് നല്ല കളർ കൊടുത്ത് നല്ല വൃത്തിയായി കാണാനാണ് നമ്മൾ സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നല്ലൊരു സെക്ഷൻ നോക്കിയെടുത്ത് അതിനെ എന്ത് ചെയ്യുന്നു? സ്റ്റെയിനിലേക്ക് മാറ്റുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സ്റ്റെയിനിലേക്ക് മാറ്റിയ സെക്ഷൻ നമ്മൾ എടുത്തിട്ട് ഇനി സ്ലൈഡിൽ വയ്ക്കാൻ പോവുകയാണ്. സ്ലൈഡിൽ വെക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്ലൈഡിൽ 1 ഡ്രോപ്പോ അല്ലെങ്കിൽ 2 ഡ്രോപ്പോ ഗ്ലിസറിൻ ആഡ് ചെയ്യും. ഇങ്ങനെ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നത് നമ്മുടെ സെക്ഷനിൽ, ഈ ക്രോസ് സെക്ഷൻ്റെ ഉള്ളിലുള്ള സെൽസിൻ്റെ ഒന്നും ഡീഹൈഡ്രേഷൻ സംഭവിക്കാണ്ടിരിക്കാനാണ് ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നത്. ദെൻ ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുള്ള ആ സ്ലൈഡിലേക്ക് നമ്മുടെ തിന്നായിട്ടുള്ള സ്റ്റെയിൻ ചെയ്തിട്ടുള്ള സെക്ഷൻ എടുത്തുകൊണ്ട് വന്നിട്ട് ബ്രഷ് ഉപയോഗിച്ച് എടുത്തുകൊണ്ട് വന്ന് ഈ ഗ്ലിസറിൻ്റെ മുകളിലേക്ക് വെക്കും. അങ്ങനെ ഗ്ലിസറിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? അതിൻ്റെ മുകളിൽ നമ്മളൊരു കവർ ഗ്ലാസ് ഇട്ട് കൊടുക്കും. ആ കവർ ഗ്ലാസ് ഇടുമ്പോൾ ഒരു നീഡിൽ ഉപയോഗിച്ച് മെല്ലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. എയർ ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ആ സെക്ഷനെ മൂടുന്ന വിധത്തിൽ നമ്മൾ കവർ ഗ്ലാസ് ഇട്ട് കൊടുക്കുന്നു. ദെൻ ബാക്കിയുള്ള എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞ് നല്ല വൃത്തിയായിട്ടുള്ള സ്ലൈഡ് നമുക്ക് കിട്ടും. ആ സ്ലൈഡ് എന്ത് ചെയ്യുക? മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇത്രയാണ് ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് നമ്മളൊരു ലാബിൽ പോയി വൃത്തിയായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള സെക്ഷനും ഭംഗിയായിട്ടുള്ള ഇമേജും കാണാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു പ്ലാൻ സെല്ലിൻ്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അവിടെ ഇല്ലസ്ട്രേഷൻ 9.5 ഒരു പ്ലാൻ സെല്ലിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പ്ലാൻ സെല്ലിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണ്, സെൽ ഓർഗനൽസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്കതിൽ ഒരു പ്ലാൻ സെല്ലിൽ വരുന്ന മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്നുള്ള പേരുകളൊന്ന് മനസ്സിലാക്കാം. ഒരു പ്ലാൻ സെല്ലിൻ്റെ ഏറ്റവും പുറമേ ആയിട്ട് കാണുന്ന ഔട്ടർമോസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേരാണ് സെൽ വാൾ. അപ്പോൾ ഒരു പ്ലാൻ സെല്ലിൻ്റെ ഏറ്റവും പുറമേ കാണുന്ന ലെയറാണ് സെൽ വാൾ. ആ സെൽ വാളിനുള്ളിലായിട്ട് തൊട്ടുള്ളിലായിട്ട് കാണുന്ന ഒരു ലെയറിനെയാണ് വിളിക്കുന്നത് സെൽ മെംബ്രെയിൻ. അപ്പോൾ ഏറ്റവും പുറമേ കാണുന്ന ഒരു ലെയർ ഉണ്ട്, ആ ലെയറിനെ സെൽ വാൾ എന്ന് വിളിച്ചു. അതിനുള്ളിലായിട്ട് വേറൊരു ലെയർ ഉണ്ട്, അതാണ് സെൽ മെംബ്രെയിൻ. ഈ സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന എല്ലാ സംഭവങ്ങളെയും ചേർത്തി പറയാം. അതായത് ന്യൂക്ലിയസ്, സെൽ ഓർഗനൽസ്, അങ്ങനെയുള്ള എല്ലാത്തിനെയും കൂടി ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. ഒരു സെല്ലിനുള്ളിൽ വരുന്ന ന്യൂക്ലിയസ്, സെൽ ഓർഗനൽസ് എല്ലാത്തിനെയും കൂടി ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. ഓക്കെ, ആ പ്രോട്ടോപ്ലാസത്തിൽ ന്യൂക്ലിയസ് ഒഴിച്ച് ബാക്കിയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സൈറ്റോപ്ലാസം എന്ന് വിളിക്കുക. സൈറ്റോപ്ലാസത്തിൽ എന്തുണ്ടാവില്ല, ഈ ന്യൂക്ലിയസ് ഒഴിച്ച് ബാക്കി വരുന്ന ഭാഗത്തെ പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ഒരു ജെല്ലി പോലെയുള്ള സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെല്ലിൻ്റെ ഏറ്റവും പുറമേ ഉള്ള വാള് സെൽ വാള്, അതിന് തൊട്ടുള്ളിലായിട്ട് കാണുന്ന ഭാഗം സെൽ മെംബ്രെയിൻ, ദെൻ ആ സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന മൊത്തം ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും സെൽ ഓർഗനൽസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഭാഗമാണ് എന്ത്, പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് നോക്കാം. ഏറ്റവും സെൻറ്ററിലായിട്ട് വലുതായിട്ട് കാണിച്ചിരിക്കുന്ന ആ ഒരു ഭാഗമാണ് ന്യൂക്ലിയസ്. ദെൻ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ന്യൂക്ലിയസിന് ചുറ്റും ലെയേഴ്സ് അടുക്കി വെച്ച പോലെ മടക്കായിട്ട് കാണുന്ന ആ ഒരു ഭാഗമാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ദെൻ കുറച്ച് ഇപ്പുറത്തായിട്ട് കാണിച്ചിരിക്കുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ്. മൈറ്റോകോൺട്രിയൻ ഉണ്ട്, പ്ലാസ്റ്റിഡ്സ് ഉണ്ട്, വലിയൊരു വാക്യൂൾ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു പ്ലാൻ സെല്ലിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ്. അപ്പോൾ ഏതൊക്കെയാണ് പ്ലാൻ സെല്ലിലെ സെൽ ഓർഗനൽസ്? ന്യൂക്ലിയസ് ഉണ്ട്, ഗോൾജി അപ്പാരറ്റസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, മൈറ്റോകോൺട്രിയ, പ്ലാസ്റ്റിഡ്, വാക്യൂൾ, റൈബോസോം. ഇത്രയാണ് ഒരു പ്ലാൻ സെല്ലിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ്. ഇനി ഓരോ സെൽ ഓർഗനൽസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് സെൽ വാൾ എന്താണെന്ന് നോക്കാം. സെൽ വാൾ ഈസ് എ റിജിഡ് ലെയർ ഔട്ടർ ടു ദ സെൽ മെംബ്രെയിൻ. ഒരു സെല്ലിൻ്റെ ഏറ്റവും പുറമേ ആയിട്ട് കാണുന്ന ലെയറിനെ വിളിക്കുന്ന പേരാണ് സെൽ വാൾ. പ്ലാൻ സെല്ലിൻ്റെ ഏറ്റവും പുറമേ കാണുന്ന ലെയറാണ് നമ്മൾ സെൽ വാൾ എന്ന് പറയുന്നത്. ഈ സെൽ വാൾ എന്ന് പറഞ്ഞാൽ വളരെ റിജിഡ് ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെയറാണ്. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ഷേപ്പ് ടു ദ സെൽ. സെല്ലിന് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതും അതുപോലെ തന്നെ സെല്ലിന് അതിൻ്റെ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതും സെൽ വാളാണ്. സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. പ്ലാന്റ്സിൽ ഈ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ പ്ലാന്റ് സെല്ലിൻ്റെ ഏറ്റവും പുറമേ ആയിട്ട് കാണുന്ന ലെയറാണ് സെൽ വാൾ എന്ന് പറയുന്നത്. ആ സെൽ വാള് വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു ലെയറാണ്. സെൽ വാളാണ് സെല്ലിന് വേണ്ട പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ സെല്ലിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതും സെൽ വാളാണ്. പ്ലാന്റ് സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. ഓക്കെ, ഇനി ഈ സെൽ വാൾ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ലെയർ, സെൽ വാളിന് തൊട്ടടുത്തായിട്ടുള്ള ലെയറിനെ വിളിക്കുന്ന പേരാണ് സെൽ മെംബ്രെയിൻ. ഈ സെൽ മെംബ്രെയിനെ നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ എന്നും കൂടെ വിളിക്കുന്നുണ്ട്. ഈ സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ സെൽ വാളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ തിൻ ആൻഡ് ഫ്ലെക്സിബിളാണ്. ഓക്കെ, സെൽ വാളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെൽ മെംബ്രെയിൻ കുറച്ചും കൂടെ തിന്നാണ്, ഫ്ലെക്സിബിളാണ്. ദ സെൽ മെംബ്രെയിൻ ഈസ് എ തിൻ ഫ്ലെക്സിബിൾ ലെയർ ദാറ്റ് സറൗണ്ട്സ് ദ സെൽ. സെല്ലിന് ചുറ്റുമായിട്ട് കാണുന്ന തിന്നായിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലെയറാണ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സബ്സ്റ്റൻസസ് എൻറ്റർ ആൻഡ് ലീവ് ദ സെൽ ത്രൂ ദിസ് മെംബ്രെയിൻ. ഒരു സെല്ലിനകത്തേക്കും സെല്ലിന് പുറത്തേക്കും സബ്സ്റ്റൻസ് പോകുന്നത് ഈ സെൽ മെംബ്രെയിനിലൂടെയാണ്. ദ പ്ലാസ്മ മെംബ്രെയിൻ ഡസ് നോട്ട് അലൗ ഓൾ സബ്സ്റ്റൻസ് ടു പാസ് ത്രൂ.
ഈ സെൽ മെംബ്രെയിനിലൂടെ എല്ലാ സബ്സ്റ്റൻസിനെയും ആര് കടത്തിവിടില്ല? ഈ സെൽ മെംബ്രെയിൻ എല്ലാ സബ്സ്റ്റൻസിനെയും സെല്ലിനകത്തേക്കും പുറത്തേക്കും കടത്തിവിടില്ല. ചില സബ്സ്റ്റൻസിനെ സെലക്ട് ചെയ്തിട്ട് മാത്രമേ കടത്തിവിടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സെൽ മെംബ്രെയിനെ എന്ത് വിളിക്കും? അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനെ വിളിക്കുന്ന ഒരു പേരാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. എല്ലാ സബ്സ്റ്റൻസിനെയും ഈ മെംബ്രെയിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കും കടത്തിവിടാത്തത് കൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കും. ഓക്കെ, ദ പ്ലാസ്മ മെംബ്രെയിൻ ഡസ് നോട്ട് അലോ ഓൾ സബ്സ്റ്റൻസ് ടു പാസ് ത്രൂ. ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ത് ചെയ്യില്ല? എല്ലാ സബ്സ്റ്റൻസിനെയും കടത്തിവിടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇനി അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ്റെ പിക്ചർ കുറച്ച് എൻലാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ലിപ്പിഡ് ബൈ ലെയർ ആണ് അല്ലേ? ലിപ്പിഡ്സും പ്രോട്ടീൻസും ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ തന്നെ നമ്മുടെ ലിപ്പിഡ്സിൻ്റെ 2 ലെയർ ഉണ്ട്. 2 ലിപ്പിഡ് ലെയറും അതുപോലെ തന്നെ പ്രോട്ടീൻ മോളിക്യൂൾസൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന പ്രോട്ടോപ്ലാസം ആണ്. പ്രോട്ടോപ്ലാസം കൺസിസ്റ്റ് ഓഫ് the components inside the cell membrane including the nucleus and cytoplasm. എന്താണ് പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ? അതായത് ഒരു സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന എല്ലാ കമ്പോണൻസിനെയും ചേർത്തിയിട്ടാണ് നമ്മൾ എന്ത് പറയുക? പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. സെൽ മെംബ്രെയിൻ്റെ തൊട്ടുള്ളിലായിട്ട് വരുന്ന എല്ലാ ഭാഗങ്ങളും, അതായത് സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, സെൽ ഓർഗനൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത്? പ്രോട്ടോപ്ലാസം. ഓക്കെ, ഇനി എന്താണ് സൈറ്റോപ്ലാസം എന്നാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് സൈറ്റോപ്ലാസം? സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ഒരു ജെല്ലി പോലെയുള്ള ഫ്ലൂയിഡാണ്. സെല്ലിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജെല്ലി പോലെയുള്ള ഫ്ലൂയിഡിനെയാണ് എന്ത് വിളിക്കുക? സൈറ്റോപ്ലാസം എന്ന് വിളിക്കുക. എ ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ദാറ്റ് ഫിൽസ് ദ സെൽ. സെല്ലിനുള്ളിൽ ഫിൽ ചെയ്തിട്ടുള്ള ഒരു ജെല്ലി പോലുള്ള ഫ്ലൂയിഡാണ് സൈറ്റോപ്ലാസം. ഇറ്റ് മെയിൻറ്റെയിൻസ് ഓൾ ദ ഓർഗനൽസ് ഇൻ ദയർ പ്ലേസ് ആൻഡ് സെർവ്സ് ആസ് ദ മീഡിയം ഫോർ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ എന്താണ് ഈ സൈറ്റോപ്ലാസത്തിൻ്റെ ഫങ്ഷൻ? ഓരോ സെൽ ഓർഗനൽസിനെയും അതിൻ്റെ സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെക്കാൻ സഹായിക്കുന്നത് ഈ സൈറ്റോപ്ലാസം ആണ്. അതുപോലെ തന്നെ ഒരു സെല്ലിനുള്ളിൽ നടക്കുന്ന പല കെമിക്കൽ റിയാക്ഷൻ്റെയും നടക്കാനായിട്ടുള്ള ഒരു മീഡിയമായിട്ട് പ്രവർത്തിക്കുന്നതും സൈറ്റോപ്ലാസം ആണ്. ഓക്കെ, അപ്പോൾ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ സെല്ലിനുള്ളിലായിട്ട് കാണുന്ന ഒരു ജെല്ലി പോലുള്ള ഫ്ലൂയിഡാണ്. ഇറ്റ് മെയിൻറ്റെയിൻസ് ഓൾ ദ സെൽ ഓർഗനൽസ് ഇൻ ദയർ പ്ലേസ്. എല്ലാ സെൽ ഓർഗനൽസിനെയും അതിൻ്റെ സ്ഥാനത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സൈറ്റോപ്ലാസം ആണ്. അതുപോലെ തന്നെ സെല്ലിനുള്ളിൽ നടക്കുന്ന പല കെമിക്കൽ റിയാക്ഷനും നടക്കാനുള്ള ഒരു മീഡിയമായിട്ട് പ്രവർത്തിക്കുന്നതും സൈറ്റോപ്ലാസം ആണ്. ഇറ്റ് സെർവ്സ് ആസ് ദ മീഡിയം ഫോർ കെമിക്കൽ റിയാക്ഷൻസ്. സെല്ലിനകത്ത് നടക്കുന്ന പല കെമിക്കൽ റിയാക്ഷനും ഒരു മീഡിയമായിട്ട് പ്രവർത്തിക്കുന്നത് സൈറ്റോപ്ലാസം ആണ്. അപ്പോൾ എക്സാമിന് പ്രോട്ടോപ്ലാസവും സൈറ്റോപ്ലാസവും തമ്മിലുള്ള ഡിഫറൻസ് ചിലപ്പോൾ ചോദിക്കും. എന്താണ് പ്രോട്ടോപ്ലാസം? സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന എല്ലാ കമ്പോണൻസും, ഈ എല്ലാ കമ്പോണൻസ് പറയുമ്പോൾ അതിൽ എന്തും വരും? സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും സെൽ ഓർഗനൽസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത്? പ്രോട്ടോപ്ലാസം. ദെൻ എന്താണ് സൈറ്റോപ്ലാസം? സൈറ്റോപ്ലാസം എന്ന് വെച്ചാൽ സെല്ലിനുള്ളിലായിട്ട് കാണുന്ന ഒരു ജെല്ലി പോലെയുള്ള ഫ്ലൂയിഡാണ്. ആ ഫ്ലൂയിഡാണ് ഓരോ സെൽ ഓർഗനൽസിനെയും അതിൻ്റെ പ്ലേസിൽ ഫിക്സ് ചെയ്ത് നിർത്തുന്നത്. അതുപോലെ തന്നെ സെല്ലിനകത്ത് നടക്കുന്ന പല കെമിക്കൽ റിയാക്ഷനും നടക്കാൻ ആവശ്യമായിട്ടുള്ള മീഡിയമായിട്ട് പ്രവർത്തിക്കുന്നതും സൈറ്റോപ്ലാസം ആണ്. ഓക്കെ, അപ്പം നമ്മൾ സെല്ലിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാണെന്ന് പറഞ്ഞു, അത് സെൽ വാളായിരുന്നു. അതിന് തൊട്ടുള്ളിലായിട്ട് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ലെയർ ഉണ്ട്. അതിനുള്ളിലായിട്ടാണ് പ്രോട്ടോപ്ലാസം കാണുന്നത്. സെല്ലിനകത്ത് വരുന്ന സെൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ കമ്പോണൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയുന്നതാണ് പ്രോട്ടോപ്ലാസം. ദെൻ നമ്മുടെ സെല്ലിനുള്ളിലായിട്ട് എന്തുണ്ട്? ഒരു ഫ്ലൂയിഡ്, ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് വിളിച്ചത്. ഈ സൈറ്റോപ്ലാസത്തിലാണ് നമ്മുടെ എല്ലാ സെൽ ഓർഗനൽസും കാണുന്നത്. ഇനി ഏതൊക്കെയാണ് ഒരു പ്ലാന്റ് സെല്ലിലുള്ള മേജർ സെൽ ഓർഗനൽസ് എന്നാണ് നോക്കാൻ പോകുന്നത്. എന്താണ് സെൽ ഓർഗനൽസ്? അതായത് ഒരു സെല്ലിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പാർട്സ് ഉണ്ട്. ആ പാർട്സ് ആണ് എന്ത്? സെൽ ഓർഗനൽസ്. സെൽ ഓർഗനൽസ് ആർ ദ പാർട്സ് ദാറ്റ് പെർഫോം ദ ഫങ്ഷൻസ് നെസസറി ഫോർ ദ സർവൈവൽ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദ സെൽ. ഒരു സെല്ലിൻ്റെ നിലനിൽപ്പിനും അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ള
കുറച്ച് ഫങ്ഷൻസ് ഒക്കെ നിറവേറ്റാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ, അതിനെയാണ് എന്ത് വിളിക്കുക? സെൽ ഓർഗനൽസ് എന്ന് വിളിക്കാം. ഏതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സെല്ലിലെ ഇമ്പോർട്ടൻറ്റ് സെൽ ഓർഗനൽസ് എന്ന് വെച്ചാൽ, ഏറ്റവും ഫസ്റ്റായിട്ട് കാണുന്ന സെൽ ഓർഗനലാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ ദാറ്റ് കൺട്രോൾസ് ദ സെൽ. ഒരു സെല്ലിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്തു പോകുന്ന ഒരു മേജർ ആളാണ് ആര്? ന്യൂക്ലിയസ്. അപ്പോൾ എല്ലാത്തിൻ്റെയും സെൻറ്ററായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൻ്റെ പാർട്സ് ആയിട്ട് കാണുന്നത്, ന്യൂക്ലിയസിനൊരു ന്യൂക്ലിയോപ്ലാസം ഉണ്ട്. ആ ന്യൂക്ലിയോപ്ലാസത്തിൽ നെറ്റ്വർക്ക് പോലെ കെട്ടിപിടിഞ്ഞ് കിടക്കുന്ന ത്രെഡ് പോലെയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് നമ്മൾ ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ന്യൂക്ലിയസിൽ വേറൊരു പാർട്ട് ഉണ്ട്, അതാണ് ന്യൂക്ലിയോലസ്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസിൽ ന്യൂക്ലിയോപ്ലാസം വരുന്നുണ്ട്, ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലം വരുന്നുണ്ട്, ദെൻ ന്യൂക്ലിയോലസ്. ഈ 3 ഭാഗങ്ങളാണ് ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചറിൽ വരുന്നത്. ഓക്കെ, ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ ദാറ്റ് കൺട്രോൾസ് ദ സെൽ. ഒരു സെല്ലിലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ് ന്യൂക്ലിയസ്. Chromatin network is the structure that appears like a network of threads within the nucleoplasm. ന്യൂക്ലിയസിലുള്ള ന്യൂക്ലിയോപ്ലാസത്തിൽ ഒരു ത്രെഡ്, നൂലുകൾ കെട്ടുപിടഞ്ഞ് കിടക്കുന്നത് പോലുള്ള ഒരു സ്ട്രക്ചറാണ് എന്തിനുള്ളത്? ക്രൊമാറ്റിൻ റെറ്റിക്കുലം അല്ലെങ്കിൽ ക്രൊമാറ്റിൻ നെറ്റ്വർക്കിനുള്ളത്. ഡ്യൂറിങ് സെൽ ഡിവിഷൻ ദിസ് ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് കണ്ടൻസ് ഇൻ ടു ക്രോമസോം. സെൽ ഡിവിഷൻ്റെ സമയത്ത് ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലാണ് എന്തായിട്ട് മാറുന്നത്? ക്രോമസോംസ് ആയിട്ട് മാറുന്നത്. ദർ ഈസ് ഓൾസോ എ പാർട്ട് കോൾഡ് ന്യൂക്ലിയോലസ് വിത്തിൻ ദ ന്യൂക്ലിയസ്. അതുപോലെ തന്നെ ഈ ന്യൂക്ലിയസിനുള്ളിൽ വേറൊരു പാർട്ട് ഉണ്ട്. അതേതാണ്? ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന ഒരു പാർട്ടും കൂടി ഈ ന്യൂക്ലിയസിനുള്ളിലുണ്ട്. അപ്പോൾ ഒരു സെല്ലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ ഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഗോൾജി അപ്പാരറ്റസ് ആണ്. These are cell organelles that appears as stacked membrane layers. These organelles transport proteins and lipids to various parts of the cell and outside the cell wrapped in membranous sacs. എന്താ ഈ ഗോൾജി അപ്പാരറ്റസിൻ്റെ ഫങ്ഷൻ? ഇത് സെൽ ഓർഗനലാണ്. ഇവരെന്താ ചെയ്യുക? അടുക്കി വെച്ച ലെയർ പോലെയായിട്ട് കാണുന്ന ഒരു സ്ട്രക്ചറാണ് ഗോൾജി അപ്പാരറ്റസിന്. സ്റ്റാക്ഡ് മെംബ്രെയിൻ ലെയേഴ്സ്, അടുക്കി വെച്ച മെംബ്രെയിൻ ലെയേഴ്സ് പോലെയുള്ള സ്ട്രക്ചറാണ് ഗോൾജി അപ്പാരറ്റസിൻ്റെ. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യും? ദീസ് ഓർഗനൽസ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ്. പ്രോട്ടീൻസിനെയും ലിപ്പിഡ്സിനെയും സെല്ലിനുള്ളിലെ പല സ്ഥലത്തേക്കും അതുപോലെ തന്നെ സെല്ലിൻ്റെ പുറത്തേക്കും കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഗോൾജി അപ്പാരറ്റസ്. അതെങ്ങനെയാണ് കൊണ്ടുപോവുക? മെംബ്രെയിനസ് സാക്സ്, ഓരോ കുഞ്ഞു സഞ്ചികളാക്കിയിട്ട് മെംബ്രെയിനസ് സാക്ക് പോലെ ആക്കിയിട്ട് സെല്ലിനകത്തേക്കും പുറത്തേക്കും പ്രോട്ടീനെയും ലിപ്പിഡിനെയും കൊണ്ടുപോകുന്ന ആളാണ് ഗോൾജി അപ്പാരറ്റസ്. നെക്സ്റ്റ് ഇനി നോക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ്. ദീസ് ഓർഗനൽസ് അപ്പിയേഴ്സ് ആസ് എ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് വിത്തിൻ ദ സെൽ. ഒരു സെല്ലിനകത്ത് നെറ്റ്വർക്ക് ഓഫ് ട്യൂബ് പോലെ കാണപ്പെടുന്ന ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ട്യൂബ് പോലെ കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനലാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ട്യൂബ് പോലെ കാണുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഫങ്ഷൻ എന്തായിരിക്കും? സെർവ്സ് ആസ് പാത്വേ ഫോർ കണ്ടക്ടിങ് മെറ്റീരിയൽസിനെ കണ്ടക്ട് ചെയ്യുക എന്നാണ് ഇതിൻ്റെ ഫങ്ഷൻ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫങ്ഷൻ. ഇത് എന്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സിന്തസിസ് ആൻഡ് റിമൂവൽ ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ് ബൈ ദ സെൽ. സെല്ലിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് സിന്തസൈസ് ചെയ്യാനും സെല്ലിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ സെല്ലിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാനും ഒക്കെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ സെല്ലിനകത്ത് ഒരു നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് പോലെ കാണുന്ന ഭാഗമാണ്, ട്യൂബ് പോലെ കാണുന്ന ഒരു ഭാഗമാണ്. ഇതെന്തിനാണ് സഹായിക്കുന്നത്? കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ്, സെല്ലിനകത്തേക്കും പുറത്തേക്കും ഒക്കെ മെറ്റീരിയൽസിൻ്റെ കണ്ടക്ഷന് സഹായിക്കുന്ന ഒരു സെൽ ഓർഗനലാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതുപോലെ തന്നെ സെല്ലിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് സിന്തസൈസ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ആര് സഹായിക്കുന്നുണ്ട്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സഹായിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന സെൽ ഓർഗനലാണ് മൈറ്റോകോൺട്രിയ. എനർജി പ്രൊഡക്ഷൻ സെൻറ്റർ ഓഫ് ദ സെൽ. ഒരു സെല്ലിനകത്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് മൈറ്റോകോൺട്രിയ.
അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? എനർജി പ്രൊഡക്ഷൻ സെൻറ്റർ ആണ്. സെല്ലിലെ എനർജി പ്രൊഡക്ഷൻ സെൻറ്റർ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ആരെ പറയാം? മൈറ്റോകോൺട്രിയയാണ്. ഇറ്റ് സ്റ്റോഴ്സ് the energy obtained from the oxidation of glucose and distributes it as when required. എന്താ ഈ മൈറ്റോകോൺട്രിയ ചെയ്യുന്നേ? മൈറ്റോകോൺട്രിയ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എവിടെ നിന്നാണ് എനർജി കിട്ടുന്നത് മൈറ്റോകോൺട്രിയക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ? ഇറ്റ് സ്റ്റോഴ്സ് ദ എനർജി ഒബ്റ്റെയിൻ ഫ്രം ദ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൻ്റെ ഓക്സിഡേഷൻ സംഭവിച്ച് അതുവഴി ഉണ്ടാവുന്ന എനർജി സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ. അതുപോലെ തന്നെ ഈ എനർജി ആവശ്യമായിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ എനർജീനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ സെല്ലിനകത്തുള്ള ഒരു എനർജി പ്രൊഡക്ഷൻ സെൻറ്ററാണ്. ഗ്ലൂക്കോസിൻ്റെ ഓക്സിഡേഷൻ്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യുന്ന എനർജി സ്റ്റോർ ചെയ്ത് വെക്കുകയും വേണ്ട സമയമാകുമ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് മൈറ്റോകോൺട്രിയ. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന സെൽ ഓർഗനലാണ് പ്ലാസ്റ്റിഡ്. Okay, plastids are specific parts in the plant cell that help in the synthesis and storage of food materials. പ്ലാന്റ് സെല്ലിൽ കാണുന്ന ഒരു സെൽ ഓർഗനലാണ് പ്ലാസ്റ്റിഡ്. ഈ പ്ലാസ്റ്റിഡ് എന്തിനാണ് സഹായിക്കുക? ഫുഡ് മെറ്റീരിയൽസിനെ സിന്തസൈസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും. അപ്പോൾ ഫുഡ് ഐറ്റംസ് സിന്തസൈസ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയാണ് നമ്മുടെ പ്ലാസ്റ്റിഡ്സിൻ്റെ ഫങ്ഷൻ. ഈ പ്ലാസ്റ്റിഡ്സിന് ഒരു 2 ലെയേർഡ് മെംബ്രെയിനാണുള്ളത്. പ്ലാസ്റ്റിഡ്സിന് ഒരു 2 ലെയേർഡ് മെംബ്രെയിൻ ആണുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിഡ്സ് ഉണ്ട്. ഓരോ പ്ലാസ്റ്റിഡ്സിനും ഓരോ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് പ്ലാസ്റ്റിഡ്സിനും ഓരോ പ്ലാസ്റ്റിഡ്സിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ദ ഗ്രീൻ പ്ലാസ്റ്റിഡ്സ് പ്രസൻറ്റ് ഇൻ ലീവ്സ് ആൻഡ് ഗ്രീൻ സ്റ്റെംസ്. അതായത് നമ്മുടെ ലീവ്സിലും അതുപോലെ തന്നെ ഗ്രീൻ നിറത്തിലുള്ള സ്റ്റെംസിലും കാണുന്ന പ്ലാസ്റ്റിഡ്സ് ആണ് ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, they contain a green pigment called chlorophyll. അപ്പോൾ ഗ്രീൻ നിറത്തിലുള്ള ഇലയിലും അതുപോലെ തന്നെ ഗ്രീൻ കളറിലുള്ള സ്റ്റെമ്മിലൊക്കെ കാണുന്ന പ്ലാസ്റ്റിഡാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ആ ഗ്രീൻ നിറത്തിന് കാരണം ഈ ക്ലോറോപ്ലാസ്റ്റിൽ ഒരു പിഗ്മെൻ്റ് ഉണ്ട്, അതാണ് ക്ലോറോഫിൽ. ഈ ക്ലോറോഫിൽ പിഗ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് ക്ലോറോപ്ലാസ്റ്റിന് എന്ത് കളറ് വന്നത്? ഗ്രീൻ കളറ് വന്നത്. It helps to absorb sunlight for synthesizing food. ഫുഡ് ഉണ്ടാക്കാനായിട്ട് സൺലൈറ്റ് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? ഈ ക്ലോറോഫില്ലാണ്. അപ്പം നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് ആണ് ഫുഡ് സിന്തസൈസ് ചെയ്യാനായിട്ട് സൺലൈറ്റ് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ക്രോമോപ്ലാസ്റ്റ് ആണ്. Chromoplast. These are colored plastids seen in fruits and flowers. ഫ്രൂട്ട്സിലും ഫ്ലവേഴ്സിലൊക്കെ കാണുന്ന നല്ല കളറുള്ള പ്ലാസ്റ്റിഡ്സിനെയാണ് എന്ത് വിളിക്കുക? ക്രോമോപ്ലാസ്റ്റ്. അപ്പോൾ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സിനും അതുപോലെ തന്നെ ഫ്ലവേഴ്സിനൊക്കെ നിറം കൊടുക്കാൻ, ആ നിറം കൊടുക്കുന്നതിന് കാരണം ആരാണ്? ക്രോമോപ്ലാസ്റ്റ് ആണ്. They contain pigments that impart red, orange and yellow colors. ഈ ക്രോമോപ്ലാസ്റ്റിലുള്ള പിഗ്മെൻറ്റ്സ് ആണ് നമ്മുടെ ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനും ഒക്കെ റെഡ്, ഓറഞ്ച്, യെല്ലോ അങ്ങനെയുള്ള കളേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ക്രോമോപ്ലാസ്റ്റിലുള്ള പിഗ്മെൻറ്റ്സ് കൊണ്ടാണ്. ദേ അട്രാക്ട് ദ ആനിമൽസ് ഫോർ പോളിനേഷൻസ് ആൻഡ് സീഡ് ഡിസ്പേഴ്സൽ. അപ്പോൾ ഇതിലൂടെയാണ് ഈ ഫ്ലവേഴ്സിനും അതുപോലെ തന്നെ ഫ്രൂട്ട്സിനും ഒക്കെ നല്ല കളർ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവർക്ക് അനിമൽസിനെയൊക്കെ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അനിമൽസിനെ അട്രാക്ട് ചെയ്താൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? പ്ലാന്റിൽ പോളിനേഷനും അതുപോലെ തന്നെ സീഡ് ഡിസ്പേഴ്സലൊക്കെ നടക്കാൻ സഹായിക്കുന്നത് ക്രോമോപ്ലാസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ലൂക്കോപ്ലാസ്റ്റ് ആണ്. ലൂക്കോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ വൈറ്റ് ഓർ കളർലെസ് പ്ലാസ്റ്റിഡ്സ് ഫൗണ്ട് ഇൻ സീഡ്സ്, റൂട്ട്സ് ആൻഡ് സ്റ്റെംസ്. സീഡിൽ, റൂട്ടിൽ, സ്റ്റെമ്മിലൊക്കെ കാണുന്ന കളറില്ലാത്ത തരത്തിലുള്ള പ്ലാസ്റ്റിഡാണ് ലൂക്കോപ്ലാസ്റ്റ്. ലൂക്കോപ്ലാസ്റ്റ് സ്റ്റോർ സബ്സ്റ്റൻസസ് ലൈക്ക് സ്റ്റാർച്ച്, ഓയിൽ ആൻഡ് പ്രോട്ടീൻ. ലൂക്കോപ്ലാസ്റ്റ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സബ്സ്റ്റൻസ് സ്റ്റോർ ചെയ്യാൻ. സ്റ്റാർച്ച്, ഓയിൽ, പ്രോട്ടീൻ അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിഡാണ് ലൂക്കോപ്ലാസ്റ്റ്. അപ്പം നമ്മൾ പ്ലാസ്റ്റിഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പ്ലാസ്റ്റിഡ് ഒരു പ്ലാന്റ് സെൽ ഓർഗനലാണ്. ഫുഡ് മെറ്റീരിയൽസ് സിന്തസൈസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന പ്ലാസ്റ്റിഡാണ്. പ്ലാസ്റ്റിഡ്സ് 3 തരത്തിലുണ്ട്: ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറിൽ കാണുന്ന പ്ലാസ്റ്റിഡാണ്.
ആ ഗ്രീൻ കളറിന് കാരണം ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ആണ്. ഈ ക്ലോറോഫിലാണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഹെൽപ്സ് ടു അബ്സോർബ് സൺലൈറ്റ് ഫോർ സിന്തസൈസിങ് ഫുഡ് സിന്തസൈസ് ചെയ്യാനായിട്ട് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്രോമോപ്ലാസ്റ്റ് ആണ്. ക്രോമോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കളേർഡ് പ്ലാസ്റ്റിഡ്സ് ആണ്. കളറുള്ള പ്ലാസ്റ്റിഡ്സ് ആണ് ക്രോമോപ്ലാസ്റ്റ്. ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനും കളേഴ്സ് കൊടുക്കുന്നത് ക്രോമോപ്ലാസ്റ്റിലുള്ള പിഗ്മെൻറ്റ്സ് ആണ്. ദേ കണ്ടെയ്ൻ പിഗ്മെൻറ്റ്സ് ദാറ്റ് ഇമ്പാർട്ട് റെഡ്, ഓറഞ്ച് ആൻഡ് യെല്ലോ കളേഴ്സ്. ഇതിലുള്ള പിഗ്മെൻറ്റ്സ് ആണ് ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനും റെഡ്, ഓറഞ്ച്, യെല്ലോ അങ്ങനെയുള്ള കളേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദേ അട്രാക്ട് ദ ആനിമൽസ് ഫോർ പോളിനേഷൻ ആൻഡ് സീഡ് ഡിസ്പേഴ്സൽ. ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനൊക്കെ നല്ല കളർ ഉള്ളത് കൊണ്ട് തന്നെ ആനിമൽസിനെ പോളിനേഷനും അതുപോലെ തന്നെ സീഡ് ഡിസ്പേഴ്സലിനൊക്കെ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നു. ദെൻ ലാസ്റ്റ് വൺ പറഞ്ഞത് ല്യൂക്കോപ്ലാസ്റ്റ് ആണ്. ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ കളർ ഇല്ലാത്ത പ്ലാസ്റ്റിഡ്സ് ആണ്. കളർലെസ് പ്ലാസ്റ്റിഡ്സ്, വൈറ്റ് ഓർ കളർലെസ് പ്ലാസ്റ്റിക്, വെള്ള നിറത്തിലുള്ളതോ അല്ലെങ്കിൽ കളർ ഇല്ലാത്തതോ ആയിട്ടുള്ള പ്ലാസ്റ്റിഡ്സിനെയാണ് ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കാണുന്നത് സീഡ്സിൽ, റൂട്ടിൽ അതുപോലെ തന്നെ സ്റ്റെമ്മിലാണ്. ല്യൂക്കോപ്ലാസ്റ്റ് സ്റ്റോർ സബ്സ്റ്റൻസസ് ലൈക്ക് സ്റ്റാർച്ച്, ഓയിൽ, പ്രോട്ടീൻ അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗമാണ് ല്യൂക്കോപ്ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്റിഡ് എന്താണെന്ന് നോക്കി. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന സെൽ ഓർഗനലാണ് വാക്യൂള്. സ്റ്റോർസ് വാട്ടർ, ന്യൂട്രിയൻസ് ആൻഡ് വേസ്റ്റ്. യൂഷ്വലി ലാർജ് വാക്യൂൾസ് ആർ സീൻ ഇൻ പ്ലാന്റ് സെൽസ്. അപ്പോൾ എന്താണ് വാക്യൂള്? വാട്ടറും ന്യൂട്രിയൻസും അതുപോലെ തന്നെ വേസ്റ്റും സ്റ്റോർ ചെയ്ത് വെക്കുന്ന സെൽ ഓർഗനലാണ് വാക്യൂള്. പ്ലാന്റ്സിൽ സാധാരണ വലിയൊരു വാക്യൂളാണ് കാണുന്നത്. അപ്പോൾ പ്ലാന്റ് സെല്ലിൽ കാണിച്ചിരിക്കുന്ന ഈ വലിയൊരു എയർ ബബിൾ പോലെ കാണിച്ചിരിക്കുന്ന ആ ഒരു ഭാഗമാണ് വാക്യൂള്. ഈ വാക്യൂളിനുള്ളിലാണ് വെള്ളവും അതുപോലെ തന്നെ ന്യൂട്രിയൻസും അതുപോലെ തന്നെ വേസ്റ്റും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ പ്ലാന്റ് സെല്ലിൽ വലിയ വാക്യൂളാണ് കാണുന്നത്. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് റൈബോസോം ആണ്. ദേ ആർ ഫൗണ്ട് ഇൻ ദ സൈറ്റോപ്ലാസം ഐദർ ഫ്രീലി ഓർ അറ്റാച്ച്ഡ് ടു ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ ഒന്നെങ്കിൽ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്നോ കാണുന്ന ഭാഗമാണ് റൈബോസം. നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പറഞ്ഞു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്ന് പറ്റിപ്പിടിച്ച് കാണുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിനാണ് റൈബോസം എന്ന് വിളിക്കുക. ഈ റൈബോസം ഒന്നെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്ന് കാണും, അതല്ലെങ്കിൽ എവിടെ കാണും? സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഓക്കെ, ദേ ആർ ഫൗണ്ട് ഇൻ ദ സൈറ്റോപ്ലാസം ഐദർ ഫ്രീലി ഓർ അറ്റാച്ച്ഡ് ടു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഒന്നെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടോ കാണുന്ന ഭാഗമാണ് റൈബോസോം എന്ന് പറയുന്ന സെൽ ഓർഗനൽ. ദേ ഫങ്ഷൻ ആസ് സെൻറ്റർ ഫോർ പ്രോട്ടീൻ സിന്തസിസ്. അപ്പോൾ ഒരു സെല്ലിലെ പ്രോട്ടീൻ സിന്തസൈസിങ് സെൻറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ അത് റൈബോസോമാണ്. പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് റൈബോസോമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു പ്ലാന്റിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ്. നമുക്കൊന്നും കൂടെ നോക്കാം. ഏറ്റവും ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ന്യൂക്ലിയസിനെ കുറിച്ചായിരുന്നു. ഒരു സെല്ലിൻ്റെ ഏറ്റവും സെൻറ്ററായിട്ട് വരുന്ന ഭാഗമാണ് ന്യൂക്ലിയസ്. സെല്ലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഗോൾജി അപ്പാരറ്റസ് ആണ്. ഗോൾജി അപ്പാരറ്റസ് ആണ് പ്രോട്ടീൻ്റെയും ലിപ്പിഡിൻ്റെയും ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെൽ ഓർഗനലാണ് ഗോൾജി അപ്പാരറ്റസ്. ദീസ് ഓർഗനൽസ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ് ടു വേരിയസ് പാർട്ട് ഓഫ് ദ സെൽ ആൻഡ് ഔട്ട്സൈഡ് ദ സെൽ. സെല്ലിനകത്ത് പല ഭാഗത്തേക്കും അതുപോലെ തന്നെ സെല്ലിന് പുറത്തേക്കും പ്രോട്ടീൻസിനെയും ലിപ്പിഡ്സിനെയും ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സെൽ ഓർഗനലാണ് ഗോൾജി അപ്പാരറ്റസ്. ദെൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ്. സെല്ലിനകത്ത് ഒരു നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് പോലെ, ഒരു ട്യൂബ് പോലെ കാണുന്ന ഭാഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഇത് ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആണ്. സെല്ലിനകത്തേക്കും സെല്ലിന് പുറത്തേക്കും മെറ്റീരിയൽസിനെ കണ്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ്. അതുപോലെ തന്നെ ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഇൻ സിന്തസൈസ് ആൻഡ് റിമൂവൽ ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ് ബൈ ദ സെൽ. അതുപോലെ തന്നെ എന്തും കൂടെ ചെയ്യുന്നുണ്ട്? സെല്ലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സിന്തസൈസ് ചെയ്യുകയും അതുപോലെ തന്നെ റിമൂവ് ചെയ്യുകയും ചെയ്യുന്ന ഭാഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ദെൻ നെക്സ്റ്റ് വൺ മൈറ്റോകോൺട്രിയയാണ്. മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ സെല്ലിനകത്തുള്ള എനർജി പ്രൊഡക്ഷൻ സെൻറ്റർ. സെല്ലിലെ എനർജി പ്രൊഡക്ഷൻ സെൻറ്ററാണ് മൈറ്റോകോൺട്രിയ. ഗ്ലൂക്കോസിൻ്റെ ഓക്സിഡേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന എനർജീനെ സ്റ്റോർ ചെയ്ത് വെക്കുകയും
അത് ആവശ്യം വരുന്ന സമയത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് മൈറ്റോകോൺട്രിയ. ഇറ്റ് സ്റ്റോഴ്സ് ദ എനർജി ഒബ്റ്റെയിൻ ഫ്രം ദ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് ആസ് ആൻഡ് വെൻ റിക്വയേർഡ്. ഗ്ലൂക്കോസിൻ്റെ ഓക്സിഡേഷൻ വഴി ലഭിക്കുന്ന എനർജി സ്റ്റോർ ചെയ്ത് വെക്കുകയും അത് ആവശ്യമുള്ള സമയത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് മൈറ്റോകോൺട്രിയ. ദെൻ നെക്സ്റ്റ് സെൽ ഓർഗനലാണ് പ്ലാസ്റ്റിഡ്. പ്ലാന്റിൽ മാത്രം കാണുന്ന ഒരു സെൽ ഓർഗനലാണ് പ്ലാസ്റ്റിഡ്. ഫുഡ് മെറ്റീരിയൽസ് സിന്തസൈസ് ചെയ്യുകയും അത് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നതാണ് പ്ലാസ്റ്റിഡ്സിൻ്റെ ഫങ്ഷൻ. പ്ലാസ്റ്റിഡ്സ് ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. ഓരോ പ്ലാസ്റ്റിഡിനും ഓരോ ഫങ്ഷനാണ്. ഫസ്റ്റ് വൺ ക്ലോറോപ്ലാസ്റ്റ് ആണ്. ക്ലോറോപ്ലാസ്റ്റ് ഗ്രീൻ കളറിലാണ് കാണുന്നത്. ആ ഗ്രീൻ കളറിൽ കാരണം അതിലുള്ളൊരു പിഗ്മെൻ്റ് ആണ്. ആ പിഗ്മെൻറ്റിൻ്റെ പേരാണ് ക്ലോറോഫിൽ. ഈ ക്ലോറോപ്ലാസ്റ്റ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസ് നടക്കാനായിട്ട് സൺലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ക്രോമോപ്ലാസ്റ്റ് ആണ്. ക്രോമോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ കളേർഡ് പ്ലാസ്റ്റിഡ്സ് ആണ്. ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനൊക്കെ റെഡ് കളറ് അല്ലെങ്കിൽ യെല്ലോ കളറ്, ഓറഞ്ച് കളറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ക്രോമോപ്ലാസ്റ്റ് ആണ്. ദേ കണ്ടെയ്ൻ പിഗ്മെൻറ്റ്സ് ദാറ്റ് ഇമ്പാർട്ട് റെഡ്, ഓറഞ്ച് ആൻഡ് യെല്ലോ കളേഴ്സ്. റെഡും ഓറഞ്ചും യെല്ലോ കളേഴ്സൊക്കെ ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനും കൊടുക്കുന്നത് ക്രോമോപ്ലാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേ അട്രാക്ട് ദ ആനിമൽസ് ഫോർ പോളിനേഷൻ ആൻഡ് സീഡ് ഡിസ്പേഴ്സൽ. അതിലൂടെ ആനിമൽസിനെയും സീഡ് ഡിസ്പേഴ്സലിനും പോളിനേഷനും ഒക്കെ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ല്യൂക്കോപ്ലാസ്റ്റ് ആണ്. ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ വൈറ്റ് ഓർ കളർലെസ് പ്ലാസ്റ്റിഡ്സ് ആണ്. വെള്ള നിറത്തിലോ അല്ലെങ്കിൽ നിറമില്ലാത്തതോ ആയിട്ടുള്ള പ്ലാസ്റ്റിഡ്സ് ആണ് ല്യൂക്കോപ്ലാസ്റ്റ്. എവിടെയാണ് കാണുന്നത്? ഫൗണ്ട് ഇൻ സീഡ്സ്, റൂട്ട്സ് ആൻഡ് സ്റ്റെംസ്. സീഡിലോ റൂട്ടിലും സ്റ്റെമ്മിലൊക്കെ കാണുന്ന പ്ലാസ്റ്റിഡ് ആണ് ല്യൂക്കോപ്ലാസ്റ്റ്. ല്യൂക്കോപ്ലാസ്റ്റ് എന്തിനാണ് സഹായിക്കുന്നത്? സ്റ്റോർ സബ്സ്റ്റൻസസ് ലൈക്ക് സ്റ്റാർച്ച്, ഓയിൽ ആൻഡ് പ്രോട്ടീൻ. ഓയിൽ, സ്റ്റാർച്ച്, പ്രോട്ടീൻ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആളാണ് ല്യൂക്കോപ്ലാസ്റ്റ്. ദെൻ നെക്സ്റ്റ് സെൽ ഓർഗനലാണ് വാക്യൂള്. ഒരു പ്ലാന്റ് സെല്ലിൽ വലിയ വാക്യൂളാണ് പൊതുവെ കാണാറ്. ഈ വാക്യൂൾ എന്തിനാണ് സഹായിക്കുക? സ്റ്റോർസ് വാട്ടർ, ന്യൂട്രിയൻസ് ആൻഡ് വേസ്റ്റ്. ഒരു സെല്ലിനകത്തുള്ള വാട്ടറും ന്യൂട്രിയൻസും വേസ്റ്റും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആളാണ് വാക്യൂള്. ദെൻ റൈബോസോം ആണ്. റൈബോസോം ഒന്നുകിൽ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ടോ അതല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടോ ആണ് കാണപ്പെടുന്നത്. ഈ റൈബോസോമിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ആണ്. പ്രോട്ടീൻ സിന്തസിസിൻ്റെ കേന്ദ്രമാണ് ഏത്? റൈബോസോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സെല്ലിൽ വരുന്ന സെൽ ഓർഗനൽസ്. പ്ലാന്റ് സെല്ലിൻ്റെ സ്ട്രക്ചർ ഏതാണെന്നും അതിൽ വരുന്ന സെൽ ഓർഗനൽസ് എന്തൊക്കെയാണ്, ഓരോ സെൽ ഓർഗനൽസിൻ്റെയും ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണിത്. എന്തായാലും എക്സാമിന് ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഓരോ ഭാഗവും വൃത്തിയായി തന്നെ പഠിച്ചു വയ്ക്കുക. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.